ഹലോ ഫ്രണ്ട്സ്, മുക്തറാണ്. വീണ്ടും നമ്മളതാ ക്രിസ്റ്റ ഏകദേശം എത്ര ഉണ്ട് ഈ പ്രാവശ്യം? 19 ക്രിസ്റ്റ കേരളത്തിൽ എവിടെയെങ്കിലും അത് കാണിച്ചാൽ പറ്റും. ഞാൻ ഡൽഹിയിൽ ഏതെങ്കിലും ഷോറൂമിൽ ഇത്രക്കും 19 ക്രിസ്റ്റ, അത് നല്ലൊരു ഓഫർ പ്രൈസിന്. ഫോർച്യൂണർ 5 ഓക്കെ. നിങ്ങൾക്ക് ഏതൊക്കെ കളർ വേണോ? ബ്ലാക്ക് വേണോ, വൈറ്റ് വേണോ, ഗ്രേ വേണോ, ഗോൾഡ് വേണോ, ഏത് കളർ വേണമെങ്കിൽ ക്രിസ്റ്റ ഇവിടെ അവൈലബിൾ ആണ്. ഈ ക്രിസ്റ്റയുടെ ഓഫർ എന്താണെന്ന് കാണണോ? അപ്പൊ കാണിച്ചു കൊടുക്കല ഓഫർ. 2017 കേരള നമ്പർ ആക്കിയിട്ട് ഈ ഒരു ക്രിസ്റ്റ വൈറ്റ് കളർ തരാൻ പോകുന്നത് 12 ലക്ഷം രൂപ കൊടുത്തൂടെ? അതേപോലെ തന്നെ കേരള നമ്പർ ആക്കിയിട്ട് ഈ ഒരു ക്രിസ്റ്റ നോക്കുകയാണെങ്കിൽ ഈ ഒരു വൈറ്റ് കളറും ഇങ്ങനെ തരാൻ പോകുന്നത് 2017 12 ലക്ഷം രൂപയ്ക്ക്. ഈ 2019 ക്രിസ്റ്റ വേണമെങ്കിൽ 2019 ക്രിസ്റ്റ തരാൻ പോകുന്നത് 11,50,000 രൂപ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ജി മാനുവൽ ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അതേപോലെ തന്നെ 2016 ക്രിസ്റ്റ വേണമെങ്കിൽ 10,50,000 ഇതല്ലേ? 2016 10,50,000 കഴിഞ്ഞിട്ടില്ല ഓഫർ. ഈ ഫോർച്യൂണർ നോക്കുകയാണെങ്കിൽ ഏകദേശം 1 2 3 4 5 6 ഫോർച്യൂണർ വരുന്നുണ്ട്. അതൊക്കെ കേരള നമ്പർ ആക്കിയിട്ട് 8,50,000 9 ലക്ഷം അല്ലേ? 9 ലക്ഷം റുപ്യന്റെ ഫുൾ ഓൺ ഓഫറാണ്. സിദ്ദീഖ, ഡൽഹിത്തെ ഫുള്ള് വണ്ടി കൂടെ എടുത്തു കഴിഞ്ഞാൽ ഡൽഹിയിൽ വണ്ടി ഉണ്ടാവോ? വണ്ടി വരാണ്ട് അല്ല, ഡൽഹിയിൽ നിങ്ങൾ വണ്ടി വെക്കൂലേ? അല്ല, അത് നല്ല നല്ല വണ്ടി കണ്ടാല് കൊണ്ടുവരും. ഡൽഹി പ്രൈസിനേക്കും ചെറിയ ലാഭം വെച്ചിട്ട് എടുക്കും. അതായത് ഡൽഹിന് അതേ പ്രൈസ് തന്നെ, ചെറിയൊരു ലാഭം എടുത്തിട്ട് എന്തായാലും അവിടുന്ന് പർച്ചേസ് ചെയ്താലും ഇവിടെ എത്തുന്ന ഒരു എക്സ്പെൻസ് എന്തായാലും വരുമല്ലോ. ഒരാള് പോയി വരുന്ന ആ ചെലവും കാര്യമൊക്കെ അങ്ങനെ നോക്കുമ്പോ അവിടെ നിന്ന് എടുക്കുന്ന ഇവിടുന്ന് ഒരേ റൈറ്റ് ആയിട്ട് ഏകദേശം വരും. ഓക്കെ. അപ്പൊ ക്രിസ്റ്റ എടുക്കാൻ പോകുന്ന ഒരാൾക്കുള്ള ഫുള്ള് ചെക്ക് ചെയ്യാ. കമ്പനി കൊണ്ടുപോയി മെക്കാനിക്കൽ കൊണ്ടുപോകുന്ന എന്ത് വേണമെങ്കിൽ ഫുള്ള് നോക്കി അത് നമുക്ക് 90% പൈസ തന്നാൽ മതി. ബാക്കി പൈസ NOC തരുമ്പോ മാത്രം തന്നാൽ മതി. NOC കൈ കൊടുക്കും, ബാക്കി പൈസ തന്നാൽ മതി. പൈസ ഒരാൾ പെൻഡിങ്ങിൽ അവിടെ വെക്കുന്ന ഒരു വണ്ടി ഇപ്പൊ കാണിക്കുന്ന ഉത്തരവാദിത്തം എനിക്ക്, വണ്ടി കൊടുക്കുന്ന ഉത്തരവാദിത്തം നിങ്ങൾക്ക്, വണ്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്യുന്ന ഉത്തരവാദിത്തം അവർക്കാണ്. അവർക്ക് വിട്ടുകൊടുക്കുന്നത് ഒരു ദിവസമായിട്ട് വിട്ടുകൊടുക്കും. പിന്നെ നോക്കി എന്ത് കംപ്ലൈന്റ് അഡ്വാൻസ് ഒന്ന് പൈസ റിട്ടേൺ കൊടുക്കുകയും ചെയ്യും. സിദ്ദീഖ്, നമ്മളെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് കോഴിക്കോട് നരിക്കുനിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ സിദ്ദീഖാക്കാന്റെ യാർഡ് ഇവിടെ, യാർഡല്ല വീട്ടിൽ നിന്നാണ് ഇപ്പൊ കച്ചവടം. പക്ഷെ നമ്മള് മിക്കവാറും പെട്ടെന്ന് യാർഡിലേക്ക് മാറാൻ 2 ആഴ്ച കൊണ്ട് പണി തീരാറായിരിക്കും. ഏകദേശം 19 വണ്ടി കൊള്ളുന്നതിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും സിദ്ദീഖാന്റെ നമ്പർ അടി കൊടുത്തിട്ടുണ്ട്, വേഗം വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണ്ട. നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ ഷോപ്പൊക്കെ റെഡി ആയി പറഞ്ഞിട്ടുണ്ട്. ഷോപ്പിന്റെ പേരെന്താ? റോയൽ വീൽസ് ആണ്. റോയൽ വീൽസിലേക്കാണ് ഇപ്പൊ എല്ലാവർക്കും സ്വാഗതം. റോയൽ വീൽസിന്റെ വീഡിയോ ആണ് തുടങ്ങാൻ വേണ്ടി പോവാണ്. പോലെ പേരൊന്നും ഉണ്ട്, പക്ഷെ സിദ്ദീഖ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ട് അങ്ങനെ ഞാൻ കൊടുത്തതില്ല. മൊത്തത്തിൽ മാറ്റാൻ പോകണം. നമ്മൾ റോയൽ വീൽസിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ്. ഒരു 19 വണ്ടി കൊള്ളുന്ന ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് അടുത്ത 2 ആഴ്ച 3 ആഴ്ചനുള്ളിൽ പണി തീർന്നുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ സെറ്റ് ആക്കാൻ. നമുക്ക് എന്തായാലും ക്രിസ്റ്റന്റെ ഈ ഒരു ഓഫറിലേക്ക് പോയാലോ? ഏതാ മോളിൽ വരുന്നത്? ഇത് 2018 സെഡ് മാനുവൽ. 2018 സെഡ് മാനുവൽ. 1,19,000 കിലോമീറ്റർ ഓടിക്കും. സിംഗിൾ ഓണർ വണ്ടി. വണ്ടി ഫസ്റ്റ് ഓണർഷിപ്പ്. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് പൈന എത്ര വയ്ക്കുന്നത്? ഇത് നമുക്ക് 14,80,000 കൊടുക്കാം. 14,80,000 വിത്ത് NOC നമുക്ക് കൊടുക്കാം. ഓക്കെ. ഇത് ഏതാ മോളിൽ വരുന്നത്? ഒറ്റ ഗ്ലാസ് മാറിക്കുന്നു. ഒറ്റ ഗ്ലാസ്. ഡൽഹി വണ്ടി സ്വാഭാവികമാണ്. റീപ്ലേസ് ഗ്ലാസ് എന്തായാലും എല്ലാവർക്കും അറിയത്. ചെറിയൊരു പൊട്ട് എന്തായാലും ഉണ്ടാവും. ഇത് ഏതാ മോളിൽ വരുന്നത്? ഇത് 2017. അതെ. ഏത് ഓപ്ഷൻ വരുന്നത്? 2018 ജി മാനുവൽ ആട്ടോ. 2018 ജി മാനുവൽ. അതെ. ഓണർഷിപ്പ് വരുന്നത് ഫസ്റ്റ് വരുന്നത്. കിലോമീറ്റർ വരുന്നത് 1,22 1,23. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? 13,40,000 കൊടുക്കാം. 13,40,000 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ക്ലീൻ കണ്ടീഷൻ വണ്ടി. അതെ. ഓക്കെ. അതേപോലെ തന്നെ ഇതാണ് നമ്മൾ 2017 മോഡൽ കേരള നമ്പർ ആക്കിയിട്ട് കേരള നമ്പർ ആയ വണ്ടിയാണ്. ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ആവുന്നു. കിലോമീറ്ററോ? സെക്കൻഡ് 12,25 റേറ്റ് നമുക്ക് കൊടുക്കാം. 12 ലക്ഷം രൂപ നമ്മൾ ലാസ്റ്റ് ഫൈനൽ 12 കൊടുക്കാം. 12 കൊടുക്കാം. ഏതാ ഓപ്ഷൻ വരുന്നത്? ജി മാനുവൽ. 7 സീറ്റർ അല്ലേ? അതെ. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 1,43 ഓടിച്ചിട്ടുണ്ട്. ഓക്കെ. ഇതേതാ ക്രിസ്റ്റ? ബ്ലാക്ക് അല്ലേ? ഓക്കെ. ഇതേതാ മോഡൽ വരുന്നത്? 2016 ജി മാനുവൽ. 2016 ജി മാനുവൽ 7 സീറ്റർ. 1,60 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ആണ് തോന്നുന്നു. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഗ്ലാസ് മാറിക്കും, ഫ്രണ്ട് ഗ്ലാസ് മാറിക്കുന്നത്. 11,25,000 കൊടുക്കാം. 11,20,000 കൊടുക്കാം. ഓക്കെ. ഈ ക്രിസ്റ്റ ഏതാ മോഡൽ വരുന്നത്? 2020 2.4 1,38,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ കമ്പനി സർവീസിലുണ്ട്. ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക്. എത്ര 16 റുപ്യ നെറ്റ് കൊടുക്കാം. 16 ലക്ഷം രൂപയ്ക്ക് 2020 മോഡൽ. 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് വണ്ടി. ലാസ്റ്റ് 16 ലക്ഷം രൂപ കൊടുക്കാം. ഓക്കെ. ഇത് ഏതാ മോഡൽ വരുന്നത്? 2019 ന്യൂ ഷേപ്പ് ആക്കി വണ്ടി. 2019 ഡിസംബർ 31 കേട്ടോ. 2019 ഡിസംബർ 31 സിംഗിൾ ഓണർ വണ്ടി. സെറ്റ് ഓട്ടോമാറ്റിക്കാ?
അല്ല ജി ഓട്ടോ. 8 സീറ്റ് ആണ്, ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണ്ട്, ഡിക്കി എല്ലാം ഒറിജിനൽ. ഒരു റീപ്ലേസ് ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 15,40 കൊടുക്കാം. 15,40,000 ഫൈനൽ ആക്കി കൊടുക്കാം. അതെ. ഓക്കെ, ഇത് നമ്മൾ വരുന്നത് ഇത് വരുന്നത് 2019 ഓട്ടോമാറ്റിക് തന്നെ. ജി ഓട്ടോ. ഓട്ടോമാറ്റിക്. ഓൺഷിപ്പ് ഇത് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 1.22 തോന്നുന്നു. 1.22. റീപ്ലേസ് എന്താണ്? കിലോമീറ്റർ ചെറിയൊരു മാറ്റം, ഒരു 1,000-2,000 അങ്ങോട്ട് ഉണ്ടാവും. ഓക്കെ. റീപ്ലേസ് ഒന്നുമില്ല. 8 സീറ്റർ അല്ലേ വരുന്നത്? അതെ. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 15,40 കൊടുക്കാം. 15,40,000 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഈ ക്രിസ്റ്റ നമ്മൾ വരുന്നത് അത് ഇപ്പൊ ഇന്ന് ഡെലിവറി ആയതാട്ടോ. അഡ്വാൻസ് കിട്ടിയതാണ്. ഇതല്ലേ 2019 ജി മാനുവൽ. 2019 ജി മാനുവൽ. അതെ. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. 8 സീറ്റ് വണ്ടി. ഓണർഷിപ്പ് ഇത് ഫസ്റ്റ്. റീപ്ലേസ് ഒന്നുമില്ല. വിളിച്ചിട്ടുണ്ട്. ഇത് 2.30 ഓടി. 2.30. അതേ സ്ഥാനത്ത് അതിനനുസരിച്ച് റേറ്റ് കുറവുണ്ട്. 2019 മോഡലാണ്. ഇത് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നെറ്റ് ഫിക്സ്ഡ് ആയിട്ട് 11,50 കൊടുക്കാം. 11,50,000 ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ആട്ടോ. 12 ലക്ഷം രൂപ ചോദിച്ചത്, ലാസ്റ്റ് 50 ഫിക്സ്ഡ് ആയിട്ട് തരാൻ വേണ്ടി. ഓക്കെ, ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2018. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് മാനുവൽ. ജി മാനുവൽ. 1.53 ഓടിക്കുന്നു. ഓണർഷിപ്പ് ഫസ്റ്റ് ആണ് തോന്നുന്നു, നോക്കണം. ഇതേതാ ഫസ്റ്റ് ഓണർഷിപ്പ്? റീപ്ലേസ് എന്താണോ? ഒന്നും റീപ്ലേസ് ഇല്ല. 12,90 കൊടുക്കാം. 12,90. ഇത് 7 സീറ്റർ അല്ലേ വരുന്നത്? ഇത് 7 സീറ്റർ. 12,90. അതെ. ഇതേതാ മോഡൽ വരുന്നത്? ഇതും അഡ്വാൻസ് കിട്ടിയെന്ന് കിട്ടിക്കുന്നത്. 2 വണ്ടി അഡ്വാൻസ് ആയിട്ട്. ഇത് കൺഫേം ആയില്ല, അഡ്വാൻസ് കിട്ടിക്കുന്നത്. ഡീറ്റെയിൽസ് പറഞ്ഞാൽ 2018 ബി 73,000 കിലോമീറ്റർ. 2012 വി ആണ്. 73,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. ഇത് കൊടുത്തത് അഡ്വാൻസ് 14,70 കൊടുത്തത്. 14,80. മാനുവൽ അല്ലേ? അതെ. 14,80 10 ബ്രോക്കർ കഴിഞ്ഞാൽ 70 കൊടുത്തത്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. 14,70 വരെ നമുക്ക് കൊടുക്കാം. കൊടുക്കാനായില്ല, അഡ്വാൻസ് കയ്യിലുണ്ട്. ഓക്കെ, ഇതേതാ മോഡല്? ഇത് 2016 മാനുവൽ 1.60. സെക്കൻഡ് ഓണർ പറഞ്ഞത്. അതെ, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് കേട്ടോ. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം രൂപ 8 സീറ്റർ ആണ് വരുന്നത്. എത്ര ഓട്ടം പറഞ്ഞത്? ഓട്ടോ 1.60 ആ റേഞ്ചിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടി. ഓക്കെ, വണ്ടിയാണ്. ന്യൂ ഷേപ്പ്. ഇത് NOC-ലാണ് ഇപ്പൊ കേരള നമ്പർ ആക്കിയിട്ടല്ല കൊടുക്കുന്നത്. 2017 മോഡൽ നമ്പർ ആക്കിയിട്ട് കൊടുക്കുന്നത്. 2017 12 ലക്ഷം രൂപയ്ക്ക്. ഏതാ ഓൺഷിപ്പ് വരുന്നത്? ഇതോ? ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1 എത്രയാണ് കിലോമീറ്റർ? ഇപ്പൊ 1.43 ഉള്ളത്. 1.43. ഹിസ്റ്ററി പക്കല്ല. 7 സീറ്റർ ആണ് വരുന്നത്. ഏതാ ഓപ്ഷൻ വരുന്നത്? ജി മാനുവൽ ആണ്. ലാസ്റ്റ് ഫൈനൽ 12 ലക്ഷം രൂപയ്ക്ക്. ഓക്കെ, ഇതേതാ മോഡൽ വരുന്നത്? 2017 ജി ഓട്ടോ. 2017 ജി ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊന്നുമില്ല. 1.34 ഫുള്ള് കമ്പനി സർവീസ് ഉള്ളതാണ്. ഹിസ്റ്ററി പക്കാണ്. പുതിയ ഇൻഷുറൻസ് ആണ്. ലാസ്റ്റ് ഫൈനൽ എത്ര? ലാസ്റ്റ് 12,65 കൊടുക്കാം. 12,60,000 കൊടുക്കാം. ജി ഓട്ടോമാറ്റിക് ആണ്, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഇന്റീരിയർ ഒക്കെ പക്ക ക്ലിയർ ആണ്. ലാസ്റ്റ് 12,65 കൊടുക്കാം അല്ലേ? ഓക്കെ, ഇതേതാ മോഡൽ വരുന്നത്? ഇത് 2017 ഓട്ടോമാറ്റിക് 83,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി. സെഡ് ഓട്ടോമാറ്റിക് 83,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. 7 സീറ്റർ. അതെ. കിലോമീറ്റർ 2 ഗ്ലാസ് മാറിയിരിക്കുന്നത്. ബാക്കിലും ഫ്രണ്ടിലും മാറിയിട്ടുണ്ട്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് അത് തന്നെയാണ്. റീപ്ലേസ് അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഗ്ലാസ് മാത്രം. ഏതാ ഓപ്ഷൻ പറഞ്ഞത്? സെഡ് ഓട്ടോമാറ്റിക്. ലാസ്റ്റ് 83,000 പക്ക കിലോമീറ്റർ. 83. 2017 ജി സെഡ് ഓട്ടോമാറ്റിക് 83. ലാസ്റ്റ് ഫൈനൽ എത്ര? 15,50 കൊടുക്കാം. 15,50. ഓക്കെ, ഇതേതാ മോഡൽ വരുന്നത്? 2016 സെഡ് ഓട്ടോമാറ്റിക്. 2016 സെഡ് ഓട്ടോമാറ്റിക്. അലവിൽ എക്സ്ട്രാ ചെയ്തതാണ്. ടയറും കാര്യങ്ങളിലും ടൈലാമ്പും ഇതൊക്കെ ചെയ്തതാണ്. 2016 സെഡ് ഓട്ടോമാറ്റിക് 1,12,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ വണ്ടി. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അതെ. 7 സീറ്റർ ആണ് വരുന്നത്. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ടൈലാമ്പ് കാര്യങ്ങൾ, ബാക്ക് ടൈലാമ്പ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം. ഇത് പുതിയ കയറ്റിയല്ലേ ടൈലാമ്പ്? പുതിയ ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര വരുന്നത്? 16,70 നെറ്റ് കൊടുക്കാം. 16,70 നെറ്റ് ആയിട്ട് കൊടുക്കാം. നമ്പർ ആയ വണ്ടി, ഫാൻസി നമ്പർ ആണ്. ഓക്കെ, നമ്പർ ആയ വണ്ടി. KL 11 നമ്പർ ആയ വണ്ടിയാണ്. KL 11 ഫാൻസി നമ്പർ. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് കാറ്റ് 2016 ബ്ലാക്ക് സെഡ് ഓട്ടോമാറ്റിക്. ഇതും 1.70 കിലോമീറ്റർ ഓടിയാണ്. സെക്കൻഡ് ഓണർ ആണ്. ഇതൊരു ചെറിയ ക്ലെയിം ചെയ്ത വണ്ടിയാണ്. മേജർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അടിഭാഗം തട്ടിയാണ്. ഒരു ഡോർ മാറിയിരിക്കുന്നത്. അതേ സമയം 2 ലക്ഷം കുറവുണ്ട് വണ്ടിക്ക്.
നമ്പർ ആക്കിയിട്ട് 16 ലക്ഷം രൂപ കൊടുക്കാം. 2016 15,90 കൊടുക്കാം. 15,90 2016 Z ഓട്ടോമാറ്റിക് നമുക്ക് കൊടുക്കാം. ബ്ലാക്ക് കളർ 16 മോഡൽ 17 രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ. ഇതേതാ വരുന്നത്? ഇത് ടൂറിസ്റ്റ് സ്പോട്ട് അല്ലേ? ഇത് ടൂറിസ്റ്റ് സ്പോട്ട് 2017. അതെ. ഓൺഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് കിലോമീറ്റർ 1,40,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഓട്ടോമാറ്റിക് ആണ്. ഫെൻഡർ മാറിക്കുന്ന സംശയമുണ്ട്. ഫെൻഡർ മാറിക്കുന്ന സംശയമുണ്ട്. ഓക്കെ. Z ഓട്ടോമാറ്റിക് അല്ലേ വരുന്നത്? Z ഓട്ടോമാറ്റിക്. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? ഇത് നമുക്ക് 14,80 കൊടുക്കാം അല്ലേ? ഓക്കെ. ഈ ഒരു ക്രിസ്റ്റ ഏതാ മോഡൽ വരുന്നത്? ഇത് 2017-18 രജിസ്ട്രേഷൻ. 2017-18 രജിസ്ട്രേഷൻ. Z ഓട്ടോമാറ്റിക് 52,000 കിലോമീറ്റർ. റീപ്ലേസും കാര്യമൊന്നും ഒറിജിനൽ ഗ്ലാസ് ഡോർ 17 രജിസ്ട്രേഷൻ. Z ഓട്ടോമാറ്റിക് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കളർ 8 സീറ്റർ അല്ലേ വരുന്നത്? അല്ല 7 സീറ്റർ. നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയില് നല്ല വൃത്തിയുള്ള. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ 15,90 കൊടുക്കാം. 15,90 ഏകദേശം 19 ക്രിസ്റ്റ നമ്മൾ കാണിച്ചു. ഫോർച്യൂണറിലേക്ക് പോയാലോ? 2017 ടൂ വീൽ ഓട്ടോമാറ്റിക് 1,40,000 കിലോമീറ്റർ ഓടി വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര വരുന്നത്? ഇത് നമുക്ക് 21,50 കൊടുക്കാം. 21,50 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. 2017 ടൂ വീൽ ഓട്ടോമാറ്റിക് പക്ക നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ? നല്ല വണ്ടി. ഓക്കെ. ഇത് നമ്മൾ വരുന്നത്? ഇത് 2019 സിംഗിൾ ഓണർ 1,08,000 കിലോമീറ്റർ. ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ഒറിജിനലാണ്. ഇത് നമുക്ക് 2019 ടൂ വീൽ ഓട്ടോമാറ്റിക് നമുക്ക് 23,50 കൊടുക്കാം. 23,50 റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ബോണറ്റ് മാത്രം റീപ്ലേസ്, വേറെ ഒന്നും ഇല്ലല്ലോ? അഡീഷണൽ ആയിട്ട് വേറെ ഒന്നുമില്ല. ഓക്കെ. ഇതാ നമ്മൾ വരുന്നത്? ഇത് 2017 ടൂ വീൽ ഓട്ടോമാറ്റിക്. ഇത് കിറ്റ് കയറ്റി വണ്ടിയാണ്. 2017 ടൂ വീൽ ഓട്ടോമാറ്റിക്. ലെജൻഡറി കിറ്റ് കയറ്റാണ്. സ്റ്റാരിംഗ് അടക്കം എൽസിന്റെ സ്റ്റാരിംഗ് അടക്കം കൊടുത്താണ്. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്ററോ? 1,60 ഓടിക്കുന്നത്. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. കിറ്റ് കയറ്റിയത് റീപ്ലേസ് ആണ്. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്ക് 21,50 കൊടുക്കാം. 21,50,000. അതെ. അവർക്ക് എന്താ കുറയാണ്ടോ? കുറച്ചിട്ടാണ് അല്ലേ? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ആണ്. ആൾക്കാർ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കല്ലേ? ഓക്കെ. സിദ്ദിഖ, ഇതാ മോളിൽ വരുന്നത്? 2018 ടൂ വീൽ ഓട്ടോമാറ്റിക്. 2018 ടൂ വീൽ ഓട്ടോമാറ്റിക്. ഓൺഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ്. കിലോമീറ്ററോ? 1,42,000 കിലോമീറ്റർ ഓടിയ. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയല്ലേ? ഒറിജിനൽ ഫ്രണ്ട് ഗ്ലാസ് വരെ ഒറിജിനൽ. അപ്പൊ ഹിസ്റ്ററി പക്കായിരിക്കും. പക്കാണ്. അപ്പൊ ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 22,50 കൊടുക്കാം. 22,50,000. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വരുന്നത് ഏതാ? നെക്സ്റ്റ് വരുന്നത് 88,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. വെറും 88,000 കിലോമീറ്റർ. ഏതാ മോഡൽ? 2018 വണ്ടി ടൂ വീൽ ഓട്ടോമാറ്റിക്. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് എന്താ ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ്. ഹിസ്റ്ററി ഒക്കെ എന്താണ്? ഹിസ്റ്ററി പക്ക ഹിസ്റ്ററിയാണ്. എല്ലാ വണ്ടി ഹിസ്റ്ററി ഇല്ലാത്ത ഒരു വണ്ടി 2 വണ്ടിയാ മാത്രമേ ഉള്ളൂ. ഓക്കെ. ബാക്കിയൊക്കെ പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ്. ഓക്കെ. ഇത് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 23,50 കൊടുക്കാം. 23,40 കൊടുക്കാം. 23,40. 23,40,000 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ നിസാന്റെ ടെറാന വരുന്നുണ്ട്. നിസാൻ ടെറാന ഒറിജിനൽ കേരള വണ്ടി. 2014 ഫുൾ ഓപ്ഷൻ വണ്ടി. 86,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടി. ലാസ്റ്റ് ഫൈനൽ പറഞ്ഞാൽ മതി. ഇത് നമുക്ക് ലാസ്റ്റ് ആലോചിച്ച് അരിച്ചും കുടിച്ചും ഒക്കെ കുറച്ചിട്ട് ലാസ്റ്റ് ഫൈനൽ പറഞ്ഞാൽ മതി. ഇത് ലാസ്റ്റ് നമുക്ക് 4,20 കൊടുക്കാം. 4,20,000 കൊടുക്കാം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഈ ഒരു 2015 ഡസ്റ്റർ ഒറിജിനൽ കേരള വണ്ടി. സിംഗിൾ ഓണർ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഇത് നമുക്ക് 3,80 കൊടുക്കാം. 3,80,000. 2015 മോഡല്. അതെ. ഓക്കെ. എത്തിയോസ് ഏതാ മോഡൽ വരുന്നത്? എത്തിയോസ് വരുന്നത് 2018 ഫുൾ ഓപ്ഷൻ വണ്ടി. ഡീസൽ പെട്രോളോ? ഡീസൽ. റീ ആണോ? റീ അല്ലേ? റീ വണ്ടിയാണ്. 2018 5,60 കൊടുക്കാം. നമുക്ക് 5,60,000 2018. ഇനി എന്താ കുറയ്ക്കാൻ പറയുന്നുണ്ട്? 5,40 കൊടുക്കാം. 5,40 കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഫോർച്യൂണർ ഇതൊരു ഓഫർ ആണോ? ഓഫറാണ്. ഏതാ മോഡല്? 2012 4x4 മാനുവൽ. 2012 4x4 മാനുവൽ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ കറക്റ്റ് ആവണമെന്നില്ല. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഗ്ലാസ് റീപ്ലേസ്. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കാം? 9,50 കൊടുക്കാം. 9,50. ഇനി വേണം 9 കൊടുക്കാം. 9 ലക്ഷം രൂപയ്ക്ക് 9 ലക്ഷം രൂപ ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ. ഈ താറ് തമ്മിലുള്ള താറ് 2017 4x4. 2017 4x4 ചെയ്തത് അലേവിയും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റപ്പ് ഉള്ള നല്ല വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടി. 6,80 കൊടുക്കാം. 6,80,000 4x4 മാനുവൽ എക്സ്ട്രാ ഫിറ്റിംഗ് ഏകദേശം കയറ്റിയ വണ്ടി. 6,80,000 ലാസ്റ്റ് ഫൈൻ ആയിട്ട് കൊടുക്കാം. സൺറൂഫ് അടക്കമുള്ള വണ്ടിയാണ്.
അങ്ങനെ പൊട്ടിച്ചിങ്ങനെ ഒരു ആ 6,500 രൂപ ലാസ്റ്റ് ഫിക്സ് 680 റേറ്റ് പറഞ്ഞത് ഇപ്പോ 6,400 6,500 ഫിക്സ്ഡ് ഫിക്സ്ഡ് മുതലിന് അത് അങ്ങോട്ട് പോട്ടാനുള്ളതില്ലേ ഓക്കെ 3 വണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പോനെ പറഞ്ഞിട്ട് പോയിക്കോട്ടെ ഉള്ളത് വേറെ 3 വണ്ടി വേറെ ഉണ്ട് കേട്ടോ തന്നെ വരാണ്ട് ഓക്കെ ഈ ഒരു ഇനോവ ഏതാ ഉള്ളത് ഇത് 2012 G4 നമ്പർ ആക്കിയിട്ട് 6,10 കൊടുക്കാം 6-10 നമ്പർ ആക്കിയിട്ട് 2012 G4 നമ്പർ ആക്കിയിട്ട് 6-10 കൊടുക്കാം 6-10 കൊടുക്കാം ഓൺഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ തേർഡ് സർവീസ് ഇല്ല റീപ്ലേസ് എന്താണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ ഈ ഒരു ഇനോവ ഏതാ ഉള്ളത് ഇന്നോവ 2015 വിയ 2015 ഇന്റർകൂളർ ഡയമണ്ട് കട്ട് അലോയ് സിംഗിൾ ഓണർ വണ്ടി റീപ്ലേസ് 1,14,000 കിലോമീറ്റർ ഓടിയ ഡിക്കി ഗ്ലാസ് മാത്രം റീപ്ലേസ് ഡിക്കി ഗ്ലാസ് മാത്രം റീപ്ലേസ് വേറെ ഒരു റീപ്ലേസും ഇല്ല അപ്പൊ ലാസ്റ്റ് ഫൈനൽ എന്താ റേറ്റ് ഉണ്ട് ഇത് നമുക്ക് സിദ്ദിഖ ഇത്ര വണ്ടി കാണിച്ചില്ലേ നിങ്ങൾ ഇതിലൊക്കെ ലാഭം എടുത്തോളൂ ഈ വണ്ടിക്കുള്ളിൽ ഒന്ന് കുറച്ചാണ് ഇതിന് നമുക്ക് 8,50 കൊടുക്കാം ഇനി എന്താ പറയോ കുറയാണ് വണ്ടി ഇല്ല പറയാനല്ലേ ചെറിയൊരു വെച്ചുള്ളൂ ഓക്കെ അപ്പൊ 8,50,000 റുപ്യക്ക് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ് കേരളത്തിൽ 19 ക്രിസ്റ്റ ഏതെങ്കിലും ഷോറൂമിൽ ഒരുമിച്ച് കാണിക്കാൻ പറ്റാന്ന് ചോദിച്ചാൽ കാണിക്കാൻ പറ്റൂല അല്ല കണ്ടെങ്കിൽ കമന്റ് ആകട്ടെ അത്ര ഫോട്ടോ വെച്ചിട്ടുള്ള അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കും അത് തീരുമാനമാക്കണോ അവർക്ക് ഒരു വണ്ടിനോട് 25,000 രൂപ കുറച്ച് കൊടുക്കും 25,000 രൂപ വീണ്ടും അതാ ഓഫർ തരുന്നതാ ക്രിസ്ത്യൻ മോള് എടുക്കുന്ന ക്രിസ്ത്യനോട് 25,000 രൂപ കുറച്ച് കൊടുക്കും 25,000 മുകളിൽ ഫോട്ടോ കൊണ്ട് വരികയാണെങ്കിൽ ആ ഫോട്ടോ ആയിട്ട് വരാണെങ്കിൽ അല്ലേ 19,000 കൂടുതൽ ഫോട്ടോ വണ്ടിയുള്ള ഫോട്ടോ കൊണ്ട് വരികയാണെങ്കിൽ 25,000 രൂപ കൂടി കുറച്ച് കൊടുക്കും അല്ലേ അപ്പൊ അടിപൊളി അപ്പൊ എന്താ നമ്മളെ കോഴിക്കോട് നരിക്കുനിയിലാണ് ഈ ഒരു ഷോറൂം വരുന്നത് അപ്പൊ വേഗം വിളിച്ചോളൂ സിദ്ദിഖ അപ്പൊ എന്തായാലും അടിയിൽ നിങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരങ്ങളെ വിളിച്ചോളൂ പറഞ്ഞ ചെറിയ കിലോമീറ്റർ ചെറിയ വ്യത്യാസങ്ങൾ എല്ലാം മെമ്മറിയിൽ ഉണ്ടാവണമെന്നില്ല പിന്നെ ഏത് വണ്ടി കസ്റ്റമർക്ക് വേണ്ടിയെന്ന് വെച്ചാല് അവര് കറക്റ്റ് ചോദിച്ചാൽ നമുക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കാം ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം അപ്പൊ എന്തായാലും അടിയിൽ നമ്പർ കൊടുത്തിട്ട് വേഗം വിളിച്ചോളൂ മിസ്സാക്കാൻ നിൽക്കണ്ട